Hello my dear friends, welcome to our channel Kannur's Kitchen. ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നെയ്യപ്പം തയ്യാറാക്കിയാലോ? അപ്പോൾ ചിന്തിക്കും നെയ്യപ്പം തയ്യാറാക്കാനൊക്കെ വലിയ വിഷമല്ലേന്ന്. ഈ നെയ്യപ്പം തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആകെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ സ്വാദിഷ്ടമായ നല്ല സോഫ്റ്റ് ആയ നെയ്യപ്പങ്ങൾ തയ്യാറാക്കാം. അരിപ്പൊടി ഉണ്ടോ കയ്യിൽ? നമ്മൾ പത്തിരിയൊക്കെ ചുടാൻ ഇടിയപ്പൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി ഇല്ലേ, ആ പൊടിയും ഇത്തിരി ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഈ സ്വാദിഷ്ടമായ നെയ്യപ്പങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും രുചികരമായ നെയ്യപ്പം തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. നെയ്യപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കുവാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നല്ല കറുത്ത ശർക്കരയാണ് എടുത്തത്. 2 വലിയ അച്ചും പിന്നീട് ഒരു ചെറിയ അച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം, വലിയ അച്ചിൻ്റെ ഒരു 1/4 ഭാഗം, ഇത്രയാണ് എടുത്തത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ശർക്കര മുഴുവനായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം, ഇതിലെ കല്ലും കട്ടകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തണുക്കണം. ശർക്കരപ്പാനി നല്ലപോലെ തണുത്ത് കഴിഞ്ഞു. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. പിന്നീട് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദാപ്പൊടി ചേർക്കുവാണ്. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് മാത്രം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. അതിനുശേഷം ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. ഒന്നുകൂടെ നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ഒഴിച്ചു വെച്ച അതേ പാത്രത്തിൽ, എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി നമുക്ക് അരച്ചെടുക്കാം. മാവ് നന്നായിട്ട് അരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, അത് വളരെ വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. വലിയതാകുമ്പോഴത്തേക്കും നമുക്ക് അത് എണ്ണയിൽ വറുത്തൊക്കെ ചേർക്കണം. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ തന്നെ അത് നല്ലപോലെ മുരിഞ്ഞു വന്നോളും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ്, അത് കഴുകിയിട്ട് ഒരു ചെറിയ സ്ട്രെയിനറിലിട്ടതാണ്, അതുകൂടി ചേർക്കാം. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ദോശ മാവിനെക്കാട്ടി കുറച്ച് അയഞ്ഞായിരിക്കണം, എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടിയും വേണ്ട. അതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് വരുന്ന ഒരു കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയാണോ വെള്ളം ചേർക്കേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് ശർക്കരപ്പാനി ചേർത്തതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളം കൂടെ ഏകദേശം ചേർത്ത് കാണും. കുറേശ്ശെയായിട്ട് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 1/4 കപ്പ് ചേർത്തു, പിന്നീട് 2 ടേബിൾ സ്പൂൺ ചേർത്തു. അങ്ങനെ ചേർക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ കുറച്ചായിട്ട് ചേർത്തിട്ട് നിങ്ങളും ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ ചേർത്ത് കൊടുക്കണം. കൂടുതൽ ലൂസായി പോകരുത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്ക് നേരിട്ട് നെയ്യപ്പം ചുടാൻ തുടങ്ങാം. ഓയിൽ ചൂടായി കഴിഞ്ഞു. നമ്മൾ തീ കൊടുക്കേണ്ടത് എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവിൽ നിന്നും നിറച്ചു കൊടുക്കാൻ പാടില്ല. ഒരു 3/4 തവി മാവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. താഴ്ത്തി ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബോള് പോലെയായി വന്നിട്ടുണ്ട് നെയ്യപ്പങ്ങൾ. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കി എല്ലാ നെയ്യപ്പങ്ങളും ഞാൻ റെഡിയാക്കട്ടെ. അപ്പം നെയ്യപ്പങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഈ നെയ്യപ്പങ്ങൾ റെഡിയാക്കിയതെന്നറിയോ?
ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നിയില്ല. അപ്പം നിങ്ങളും ഇതുപോലെ, ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, പുറത്തു പോയിട്ടൊന്നും നമുക്കൊന്നും വാങ്ങിക്കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെ ഇതുപോലുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കഴിച്ചോളൂ. ഇതിൽ നിന്ന് കുറേ എണ്ണം മക്കളൊക്കെ എടുത്തുകൊണ്ടുപോയി കഴിച്ചു. നല്ല ടേസ്റ്റാണ് അമ്മയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈസിയായി ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നിങ്ങളെ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.